ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയോട് നേരിട്ട് ചോദിക്കുന്നു, ഇത് ആരുടെ ഓർഡേഴ്സിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്? ഒരു കാരണമില്ലാതെ ഒരു പീസ്ഫുൾ പ്രൊട്ടസ്റ്റിനെ ഇങ്ങനെ ഫയർ ചെയ്യാൻ, അതോ എല്ലാം വെച്ച് സ്ട്രോങ്സ്റ്റ് ടിയർ ഗ്യാസ് ആയിരുന്നു. നമ്മൾക്ക് അതിൻ്റെ ആ ഇതാണ് സാധനം. ഇത് കണ്ടിട്ട് നമ്മൾക്ക് എല്ലാവർക്കും ഇപ്പോൾ കൂടി ഞങ്ങളുടെ മുഖങ്ങളും തോലും പിന്നെ അകത്തുള്ള തൊണ്ടിയും ഒക്കെ എരിയാണ് ഇപ്പോൾ കൂടി. എന്താണ് ഈ സംസ്ഥാനത്ത് നടക്കുന്നത്? ഇറങ്ങിപ്പോകാൻ വഴിയില്ല, ഇറങ്ങി നടക്കാൻ വഴിയില്ല. ഇദ്ദേഹത്തിന്റെ ഒരു യാത്ര, ഒടുക്കത്തെ യാത്ര. ആ യാത്ര കടന്നു പോകുന്നിടത്തൊക്കെ കടന്നു പോകുന്ന മുഴുവൻ ആളുകളെയും അടിച്ചും വെട്ടിയും നുറുക്കിയും വണ്ടി കയറ്റി കാല് ചതച്ചരച്ചും ഇടതുപക്ഷത്തിന്റെ ഗുണ്ടാ സംഘം മുന്നോട്ട് പോവുകയാണ്. ശശി തരൂരിന്റെയും KPCC അധ്യക്ഷന്റെയും ഒക്കെ വാക്കുകളാണ് കേട്ടത്. DGP ഓഫീസിലേക്ക് നടന്ന മാർച്ചിൽ സംഘർഷമുണ്ടായത് അത് പോലീസ് നടത്തിയ ഇടപെടലാണ് എന്ന് പറയുകയാണ് നേതാക്കൾ. വളരെ സമാധാനമായി പ്രതിഷേധിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ഇടപെടൽ നടത്തിയെന്നുള്ള പ്രതികരണമാണ് അല്പം മുമ്പ് ശശി തരൂർ നടത്തിയത്. എന്തായാലും പോലീസിന് നേരെ കല്ലേറ് ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. ഹരികൃഷ്ണ വിവരങ്ങളുമായിട്ട് തുടരുന്നു. ഹരി, ഇപ്പോൾ എല്ലാ പ്രവർത്തകരും ആ DGP ഓഫീസ് പരിസരത്ത് നിന്ന് പിരിഞ്ഞു പോയോ? DGP ഓഫീസിന്റെ പരിസരത്ത് നിന്നും പ്രവർത്തകരും നേതാക്കളും ഉൾപ്പെടെയുള്ളവർ പിരിഞ്ഞു പോയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ഗതാഗതം ഉൾപ്പെടെ സുഗമമായിട്ടുണ്ട്. നേരത്തെ ബാരിക്കേഡുകൾ വെച്ച് പ്രവർത്തകരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി പോലീസ് അവിടെ ബാരിക്കേഡുകൾ വെച്ചിരുന്നു. അതൊക്കെ മാറ്റി ഒരു സംഘർഷ അന്തരീക്ഷവും ഇപ്പോൾ മാറിയിട്ടുണ്ട്. അവിടെ നിന്ന് നേതാക്കൾ ഉണ്ടായിരുന്നവരും അണികളും എല്ലാവരും ഇപ്പോൾ പോയിരിക്കുന്നത് KPCC ആസ്ഥാനത്തേക്കാണ്. ഈ ദേഹാസ്വസ്ഥ അനുഭവപ്പെട്ട പ്രവർത്തകർ ഉൾപ്പെടെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ KPCC ആസ്ഥാനത്തേക്കാണ് പോയത്. മാത്രമല്ല KPCC അധ്യക്ഷനെ ശാസ്ത്രമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. DGP ഓഫീസും പരിസരത്തും ഇപ്പോൾ സംഘർഷ അന്തരീക്ഷം മാറിയിട്ടുണ്ട്. ശരി, DGP ഓഫീസ് പരിസരത്ത് ഇപ്പോൾ സംഘർഷ അന്തരീക്ഷം മാറിയിട്ടുണ്ട് എന്നാണ് ഹരി റിപ്പോർട്ട് ചെയ്യുന്നത്. അല്പം മുമ്പ് ഇങ്ങനെയായിരുന്നില്ല കാര്യങ്ങൾ. അവിടെ യുദ്ധക്കളമായ ഒരു അവസ്ഥയായിരുന്നു. പോലീസ് ടിയർ ഗ്യാസ് ഉൾപ്പെടെ പ്രയോഗിച്ചു കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ. ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളുമൊക്കെ അവിടെ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട്. നവകേരള സദസ്സിനിടെ ഉണ്ടായ സംഭവങ്ങളിൽ പ്രതിഷേധിച്ചായിരുന്നു കോൺഗ്രസിന്റെ DGP ഓഫീസ് മാർച്ച്. ആ മാർച്ചാണ് ഇങ്ങനെ ഒരു സംഘർഷത്തിൽ കലാശിച്ചത്. KPCC അധ്യക്ഷനും ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെ ഈ കണ്ണീർവാതക പ്രയോഗത്തിൽ ദേഹാസ്വസ്ഥമുണ്ടായി അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കോൺഗ്രസിന്റെ മാർച്ചിന് ഒരു അയവുണ്ടാകുമ്പോൾ അപ്പുറത്ത് യുവമോർച്ചയുടെ മാർച്ച് ശക്തമായിരിക്കുകയാണ്. യുവമോർച്ച പ്രവർത്തകർ, യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ അവിടെ പോലീസ് വിന്യസിച്ച ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. കയറി കത്തിച്ചുള്ള പ്രതിഷേധമാണ് അവിടെ കാണാൻ കഴിയുന്നത്. യുവമോർച്ചയുടെ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ്. ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണ് യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ. ടയർ കത്തിച്ചുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. പ്രശാന്ത് കൃഷ്ണയുണ്ട്. പ്രശാന്ത്, അവിടെ പ്രതിഷേധത്തിന് ഒരു അയവും ഇല്ലല്ലോ അല്ലെ? ടയർ കത്തിച്ചുള്ള പ്രതിഷേധത്തിലേക്ക് യുവമോർച്ച കടന്നിരിക്കുകയാണല്ലോ. പോലീസ് എന്താണ് ചെയ്യാൻ പോകുന്നത്? യുവമോർച്ച പ്രവർത്തകർ പോലീസിനെ പരമാവധി പ്രകോപിപ്പിക്കുന്നുണ്ട്. പക്ഷേ പോലീസ് ഒരു കടുത്ത നടപടിയിലേക്ക് ഇപ്പോഴും നീങ്ങിയിട്ടില്ല. ജലപീരങ്കി പ്രയോഗം മാത്രമാണ് 2 വട്ടം നടത്തിയത്. അതിനുശേഷം പോലീസിന് നേരിട്ട് ഏറ്റുമുട്ടാൻ ഏതാനും പ്രവർത്തകർ തുനിഞ്ഞെങ്കിലും പോലീസ് അവരെ തിരിച്ചാക്രമിക്കുന്ന ഒരു നടപടിയിലേക്ക് കടന്നില്ല. കയ്യാങ്കളി ഉണ്ടായി എന്നത് മാത്രമാണ് പിന്നെ സംഭവിച്ചത്. അതിനുശേഷം യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന് പ്രതിഷേധിക്കുകയാണ്. താഴെ പ്രവർത്തകർ ടയറുകൾ കൂട്ടിയിട്ട് കത്തിക്കുന്നുണ്ട്. ഈ രീതിയിലാണ് യുവമോർച്ചയുടെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ പ്രതിഷേധം ഇപ്പോൾ മുന്നേറുന്നത്. ഏതായാലും ഒരു ലാത്തി ചാർജോ കണ്ണീർവാതക ഷെൽ പ്രയോഗം പോലുള്ള നടപടിയിലേക്ക് ഇപ്പോൾ പോലീസ് നീങ്ങിയിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു അക്രമം ഇവിടെ ഉണ്ടാകും എന്ന് കരുതാനാകില്ല. പക്ഷേ വീണ്ടും പോലീസിന് നേരെ ഒരു ആക്രമണം നടത്തുന്ന തരത്തിലുള്ള ഒരു പ്രകോപനം യുവമോർച്ചയുടെ ഭാഗത്തുനിന്നുണ്ടായാൽ പോലീസ് നടപടി ഉണ്ടാകും. നിലവിൽ ഇപ്പോൾ യുവമോർച്ച പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി പ്രതിഷേധിക്കുകയാണ്.
ഇതുവരെ പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടില്ല എന്നതാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലെ കാഴ്ച. ഏതായാലും പോലീസ് പാർട്ടി ഒരു വശത്ത് തയ്യാറായി തന്നെ നിൽക്കുന്നു. പ്രതിഷേധത്തിന്റെ അതിർവരമ്പുകൾ കടന്നാൽ പോലീസ് നടപടിയിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിന് സജ്ജരായി തന്നെയാണ് പോലീസ് നിൽക്കുന്നത്. 2 വട്ടം പോലീസുകാർക്ക് നേരെ യുവമോർച്ച പ്രവർത്തകർ വളരെ പ്രകോപിതരായി നേരിട്ട് ഏറ്റുമുട്ടുന്ന ഉന്തുന്തള്ളും ഉണ്ടാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായെങ്കിലും പോലീസ് തിരിച്ച് പരസ്പരമുള്ള ഉന്തുന്തള്ളുമല്ലാതെ ഒരു ലാത്തി വീശുന്ന നടപടിയിലേക്ക് കടന്നില്ല. ഇപ്പോൾ വീണ്ടും പ്രവർത്തകർ ബാരിക്കേഡുകൾ മറിച്ചിടാനുള്ള ശ്രമം പിന്നെയും നടത്തുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. യുവമോർച്ച പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയില്ല. പരമാവധി പോലീസിനെ പ്രകോപിപ്പിക്കാനുള്ള നടപടികളിലേക്ക് കടക്കുന്നുണ്ട്. പക്ഷേ പോലീസ് സമവായം പാലിക്കുന്നുണ്ട്, സംയമനം പാലിക്കുന്നുണ്ട്. തുടക്കത്തിൽ ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും പിന്നീട് പലതരത്തിൽ യുവമോർച്ച പ്രവർത്തകർ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പോലീസ് സംയമനം പാലിക്കുകയാണ്. അതേസമയം കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം അത് അക്രമത്തിലേക്ക് വഴിമാറുകയും ചെയ്തു. ഈ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളും വാർത്തകളും തന്നെയാണ് നമുക്ക് കൂടുതലായി പങ്കുവെക്കാനുള്ളത്.